വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. എനിക്കിപ്പോൾ ഭയങ്കര തിരക്കുള്ള പണിയാണ് കേട്ടോ. വെച്ചാൽ വളപ്പിൽ വള്ളി തെങ്ങ് ഇതെല്ലാം വെള്ളം നനക്കലാണ് ഇപ്പം പ്രധാനപ്പെട്ട പണി. പക്ഷെ ഭയങ്കര കാച്ചലാണ് നമുക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂടാന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ അനുഭവങ്ങളെല്ലാം വാടി കരിഞ്ഞു പോകുന്നുണ്ട്. കാര്യമായിട്ട് തെങ്ങ്, കുരുമുളക് വള്ളി. ആ കുരുമുളക് വള്ളിക്കെല്ലാം 2 ദിവസം കൂടുമ്പം തന്നെ വെള്ളം നനച്ച് കൊടുക്കണം. പിന്നെ അതെല്ലാം ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഒരു കൃഷിയാണ്. എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. എന്തെന്ന് കിട്ടിയാലും എനിക്കിങ്ങനെ നട്ടിട്ട് കാണണം. കുരുമുളകായാലും പച്ചക്കറി ആയാലും നെല്ലായാലും എന്തെന്നായാലും എനിക്കുള്ള കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ നട്ട് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഇതെല്ലാം വാടിപ്പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമല്ലേ. അപ്പോൾ കിണറിലെ വെള്ളം ഇതിനൊന്നും അടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 2-3 കൊല്ലപ്പുറം നമ്മളെ തെങ്ങും കുരുമുളകും എല്ലാം ഉണങ്ങി 4-5 തെങ്ങ് ഉണങ്ങിപ്പോയി, കുരുമുളക് എല്ലാം ഉണങ്ങിപ്പോയി. അങ്ങനെ അതിന് ശേഷം നമ്മളൊരു കുഴൽ കിണർ അടിച്ചിട്ട് ഇപ്പോൾ ആ കുഴൽ കിണറിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇപ്പം ഇങ്ങനെ നല്ല പച്ചയായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ചൂടിന് ഈ വളത്തിലെല്ലാം വെള്ളം അടിച്ചു കൊടുത്താൽ നമുക്ക് ചൂടിന് ഒരു സുഖമാണ്. നല്ലൊരു തണുപ്പും കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഉണങ്ങാതെ കണ്ടിങ്ങനെ എല്ലാത്തിനും ഇതുപോലെ അടിച്ചു കൊടുക്കണം. അപ്പോൾ കുഴൽക്കിണറുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ അടിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ പോലെ ഞാനിങ്ങനെ അടിക്കുന്നതുകൊണ്ട് വള്ളിയെല്ലാം ഇങ്ങനെ ഉണങ്ങാണ്ട് കിട്ടി. ഇപ്പോഴെല്ലാം നല്ല കുരുമുളകും കിട്ടി. അപ്പോൾ ഇത് അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. ഈ പൈപ്പെല്ലാം പിടിക്കാനും ആക്കാനുള്ള ചിലപ്പോൾ മടങ്ങിപ്പോവും. അങ്ങനെയുള്ള ഒരാൾ പിടിച്ചു തരുമോ അങ്ങനെയെല്ലാം വേണം ഒന്നെങ്കിൽ അടിക്കാനെല്ലാം ആവുള്ളൂ. എന്നാലും നമുക്കിത് ഉണങ്ങിപ്പോകുന്നതിന് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ. വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ഇതിപ്പം കണ്ടാ ഇത് കൊന്ന മരമാണ്. ഇത് എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഇത് ഓരോരു പൂവും ഇപ്പം എന്താ വിഷുവിനാവുമല്ലോ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ്. നല്ലൊരു ചെറിയതാണ്. വലിയ കൊന്നമരം ഉണ്ടായിരുന്നു. അത് നമ്മൾ വീട്ടിൻ്റെ അരിവട്ടായതുകൊണ്ട് നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ചെറുത് കൊണ്ട് നട്ടതാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മേലെ നല്ല പൂവ്. അതും എനിക്കിങ്ങനെ ഭയങ്കര നല്ലൊരു ഇഷ്ടമാണ്. പൂവിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് കൊന്നപ്പൂവിനോടാണ്. നല്ല ഇങ്ങനെ എല്ലാത്തിനും അടിച്ചു കൊടുത്താൽ നല്ലൊരു തണുപ്പും കിട്ടും. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ തന്നെ അടിക്കണം. അല്ലെങ്കിൽ ഇപ്പം കണ്ട 2 ദിവസം ആയെങ്കിലും അടിച്ചിട്ട് ഇലയെല്ലാം വാടാൻ തുടങ്ങി. മഴ ഇപ്പോൾ ഒന്നും കിട്ടുന്ന ലക്ഷണമില്ല. നമ്മൾക്ക് സ്ഥലം ഒരുപാട് സ്ഥലം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഉള്ള സ്ഥലത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയാലേ നമുക്ക് എന്നിട്ടാണ്. അല്ലെങ്കിൽ ഇത് വെറുതെ സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാക്കിയാൽ കാണാനും നല്ല ഭംഗിയാണ്. നമ്മളെ വളപ്പിൽ ഇവിടെയെല്ലാം ഓരോരാളും പറഞ്ഞാൽ പറയും നല്ല സുഖമുണ്ട്, നല്ല ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട് എന്നെല്ലാം പറയും. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടാക്കിയത് കൊണ്ടാണ് നല്ലൊരു സുഖം കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര എപ്പോഴും തിരക്കാണ്. ഓരോ ഭാഗം ഓരോ ദിവസം അടിക്കുക. ഇനിയിപ്പോൾ വീടിൻ്റെ മുൻഭാഗത്തേക്കൂടി ഇങ്ങനെ അടിക്കലാണ്. അങ്ങനെ ബാക്കോട്ട് നല്ല അടിച്ചു കൊടുക്കണം. വാഴയെല്ലാം അടിക്കൽ കുറയുന്നത് കൊണ്ട് വാടുന്നുണ്ട്. എല്ലാ ശരിക്കും കുറേശ്ശെ അടിച്ചു കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇത് കുറേ കൊന്നിയുണ്ടല്ലോ അല്ലേ.
മുമ്പ് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുക ഇല്ല കുരുമുളകെല്ലാം പറിക്കണ്ടേ അല്ലേ ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുക ആ ഇങ്ങോ ഇനി അമ്മമ്മ വെള്ളം അടിക്കുന്ന പോലെ അടിക്കുവാ ഒറ്റക്ക് അടിക്കുവാ വെള്ളം